ഗൈസ്, വെൽക്കം ബാക്ക്. അജയ് ഗെയിമിംഗ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഒരു കസ്റ്റമാണ്. ഗ്ലൂ വാൾ എടുക്കാൻ പറഞ്ഞത്, ഗണ്ണെടുക്കുന്നതിന് കൊടുത്തിട്ട് ഗ്ലൂ വാൾ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഗ്ലൂ വാൾ വാങ്ങാം. അപ്പോൾ നമുക്ക് റഷ് ചെയ്ത് കയറാം. എങ്ങനെയാണ് ഇവനെ ഇവിടെ എവിടെയും കാണുന്നില്ല. നമ്മൾ മുന്നോട്ട് കയറിച്ചിട്ടാണെങ്കിൽ സൈഡിൽ കൂടെ ഗ്ലൂ വാളിട്ടൊക്കെ റഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാഗിൽ കൂടെ പോയി തലക്കിട്ടടിക്കാൻ നോക്കാം. മിസ്സായിട്ടൊന്ന് കൊടുക്കാൻ നോക്കി, പക്ഷേ ചീറ്റിപ്പോയി. തലക്കിട്ടൊരു ഹെഡ് അങ്ങോട്ട് കൊടുത്ത് തല നോക്കിയതായിരുന്നു, പക്ഷെ തല പുറത്തേക്ക് ഇടുന്നില്ല. നമുക്ക് മുന്നിലേക്ക് റഷ് ചെയ്യാം. കുറച്ചുകൂടി ഇവിടെ ഗ്ലൂ ആയിട്ട് കവർ ചെയ്തത് നമ്മൾ ആ ടീമേറ്റാണ് നോക്കായി. നോക്കാന് പൊക്കാം. അങ്ങനെ നമ്മൾ അവനെ പൊക്കിയിട്ടുണ്ട്. നേരെ റഷ് ചെയ്ത് കയറാം അവൻ്റെ അടുത്തേക്ക്. ഒരടി അടിക്കാൻ നോക്കി, പക്ഷേ ചീറ്റി പോയിട്ടുണ്ട്. അടുത്തറിയാണെങ്കിൽ തല പുറത്തേക്ക് ഇടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സൈഡിൽ കൂടെ അടുത്ത ഷോട്ടിൽ കയറി ഒരു മുന്നോട്ട് കയറി. പ്രതീക്ഷിക്കാണോ മുന്നിലേക്ക് കയറി എന്തായാലും സ്നേഹിക്കൊണ്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്ലൂ ആയിട്ട് റഷ് ചെയ്ത് പോകുന്നുണ്ട്. ഞാനൊന്ന് ഇത്ര കാണിക്കാൻ വേണ്ടി നിൽക്കുന്നു. കുടുങ്ങിയില്ല. അടുത്തത് ട്രൈ ചെയ്യുന്നു. അവിടെ ഒരു 150 കയറി മുന്നേറെ റഷ് ചെയ്ത് തല നോക്കുകയാണ്. ചെറുങ്ങാനൊന്ന് തല പുറത്ത് കിട്ടപ്പോൾ ഒരു 150 കൊടുത്തിട്ടുണ്ട്. അവരങ്ങനെ ഉറച്ചു കിടത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ടീമേറ്റിൻ്റെ റേഞ്ച് പോയി. അവൻ കളി ബാക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഒറ്റക്കായി. എന്തെങ്കിലും റഷ് ചെയ്ത് കയറി ചെല്ലുന്നു. പ്രതീക്ഷിക്കാണ്ട് അവൻ തലക്കിട്ടല്ല അടിച്ചു. നമ്മളവിടെ നോക്കായിട്ടുണ്ട്. അവൻ്റെ റേഞ്ച് പോയോണ്ട് ഇനിയിപ്പം അടുത്ത റൗണ്ട് നോക്കാം. നമ്മളെ ടീമേറ്റിന് അവൻ നോക്കാക്കി. നമ്മളൊരു സ്നൈപ്പറൊക്കെ കൊടുത്ത് ഇല്ല ഫുള്ളാട്ടിൽ അവനെ തലക്കിട്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അവൻ പട്ടിലിട്ടാണെന്ന് റഷ് ചെയ്യാം നമുക്ക്. അങ്ങനെ കുറച്ച് പൊടി ഷോട്ടും ഒരു 80ൻ്റെ ഒരു ഹെഡും കയറി. അങ്ങനെ അവനവിടെ ഉറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നാലാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുൾ ആവശ്യമെടുത്ത് കയറി ചെന്നു. പൊട്ടിയ പോലെ അടി ആയിട്ടുണ്ട്. കിട്ടില്ലമായ ഒരു 1 ടൈം അവനോട് അടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത റൗണ്ട് നോക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇത് ആരായിരിക്കും ജയിക്കുകയെന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യും. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും റഷ് ചെയ്ത് കയറാം. അവിടെ അടിക്കാൻ നോക്കി. അവനെ ഫുള്ളായിട്ടല്ല അവന് തലക്കെട്ടൊന്ന് കൊടുത്ത് ചെറുക്കനെ കൊടുത്തു. എന്തായാലും നമുക്ക് അങ്ങോട്ട് റഷ് ചെയ്ത് കയറാം. നമുക്ക് അവൻ്റെ അടുത്തേക്ക് റഷ് ചെയ്ത് കയറാം. ഗ്ലൂവായിട്ട് കയറിയിട്ടുണ്ട്. തല നോക്കുകയാണ്, പക്ഷെ അവൻ പട്ടിയെ പോലെ അടിച്ചാൽ പോട്ടെ. നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലോക്കിലാണ് നമ്മൾ വന്നത്. നേരെ അവനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കവർ ചെയ്ത് കൂടെ ചാടിക്കാം. താഴോട്ട് ചാടിപ്പോയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ വേണ്ടി. അങ്ങനെ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് ഒന്ന് അടിക്കാൻ നോക്കി. കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു നൈസായിട്ട്. അവനും മെഡിക്കറ്റ് ഞാനും മെഡിക്കറ്റ് അടിക്കുന്നു. പിന്നെയാണെങ്കിൽ ഒന്ന് തല നോക്കുകയാണ്. എന്തായാലും കിട്ടില്ലമായിട്ടൊരു തലക്കിട്ടടിക്കാനായ പോട്ടെ. അങ്ങനെയാണെങ്കിൽ നൈസായിട്ട് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവനാണെങ്കിൽ എവിടെയാണ് സ്പോട്ട് ചെയ്തില്ലെങ്കിൽ അവനാണെങ്കിൽ ഡ്രോപ്പ് എടുക്കാൻ വരുന്നുണ്ട്. തലക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. നൈസായിട്ട് ആക്കില്ല അവൻ ഫിനിഷ് ചെയ്തു. നൈസായിട്ട് റൂഫ് കയറിയിട്ടുണ്ട്. ചെറിയ ഡാമേജ് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കോൾ വന്നിട്ടുണ്ടാണ്. അതാണ് കട്ട് ചെയ്തത്. അവനവിടെ കിടന്നു പോയി. അതിലേക്ക് ഞാൻ അവിടെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ